ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 8 ആണ്. 7 നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ ആണ് ചെയ്തത്, അല്ല ഫ്രൈഡേ ആണ് ചെയ്തത് അല്ലേ. 7 എന്തായിരുന്നു? പഠിച്ചു കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളൊന്ന് സംസാരിച്ചു നോക്കി, അതല്ലേ നമ്മൾ ചെയ്തത്. ആരെങ്കിലും ഇനി കാണാത്തതുണ്ട് എങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക, പഠിക്കുക. എല്ലാവരും ബുക്കും പെന്നും എടുത്തോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ കമന്റ് ബോക്സിൽ സെന്റൻസുകൾ ഇടുന്നുണ്ട്. അങ്ങനെ സെന്റൻസ് ഇട്ട കൂട്ടത്തില് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരു സെന്റൻസ്, അവള് വന്നില്ല, ഞാൻ കുറെ നേരം അവളെ അവള് വരാമെന്ന് പറഞ്ഞു, അവള് വന്നില്ല, ഞാൻ കുറെ നേരം കാത്തു നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ നിങ്ങൾക്കെല്ലാം മറുപടി തന്നിട്ടുണ്ട്. വായിച്ചപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഡിൻറ്റും ഡോണ്ടും, അതായത് ഡിഡിൻറ്റ്, ഡോണ്ട്, ഡസിൻറ്റ് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയില്ല, പലർക്കും അറിയില്ല എന്ന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അതാവാം. എന്താണ് ഡിഡിൻ അല്ലെങ്കിൽ എന്താണ് ഡോണ്ട്, ഡസിൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിഡിൻറ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഡിഡിൻറ്റ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ്, ബുക്കിൽ എഴുതി വെക്കൂ. ഇനിയും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി മനസ്സിലായില്ലെങ്കിൽ എഴുതി വെക്കൂ. ഡിഡ് പ്ലസ് നോട്ട് ആണ് എന്ത്? ഡിഡിൻറ്റ്. നമുക്ക് ഡിഡിൻറ്റ് പറഞ്ഞാൽ മതി. ഡിഡിൻറ്റ്, ഡിഡ് പ്ലസ് നോട്ട് ആണ് ഡിഡിൻറ്റ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ പറയാനാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഒന്നും കൂടെ നിങ്ങൾക്ക് സംശയം ഉള്ളത് കൊണ്ട് പറഞ്ഞു തരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ പറയാനാണ്. അപ്പോ ഞാൻ മലയാള സെന്റൻസ് ഇങ്ങനെ എഴുതുക. ഞാൻ ചെയ്തില്ല, ഞാൻ ഉറങ്ങിയില്ല, ഞാൻ പോയില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡിഡിൻറ്റ് ഉപയോഗിക്കുന്നത്. ഡിഡ് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ നിൽക്കും. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ സബ്ജക്റ്റിന്റെ കൂടെയെല്ലാം ഡിഡ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞ കാര്യമാണ്. ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്തില്ല, കഴിഞ്ഞ ആഴ്ച ചെയ്തില്ല, കഴിഞ്ഞ വർഷം ചെയ്തില്ല, എപ്പോഴോ ചെയ്തില്ലാത്ത കാര്യം. ഉറങ്ങിയില്ല എന്ന് പറയുന്നതും ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല, ഇന്ന് ഉറങ്ങിയില്ലാത്ത കാര്യമല്ല, നമ്മൾ കഴിഞ്ഞ കാര്യം പറയാനാണ് നമ്മൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഡിഡ് നോട്ട്. നമ്മൾക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഐയുടെ കൂടെയും ഡിഡ് തന്നെയാണ്. ഐ ഡിഡ് നോട്ട് ഡു. ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തിക്ക് നമ്മൾ പറയുന്ന വേർബാണ് ഡു. ഐ ഡിഡ് നോട്ട് ഡു. ഞാൻ ചെയ്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചെയ്തില്ല. ഐ ഡിഡ് നോട്ട് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. ഡിഡ് നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ V1 ആണ് ഉപയോഗിക്കുന്നത്. ഡിഡ് നോട്ട് ഡു. ഡിഡ് നോട്ടിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വേർബ് V1 ആണ്. ഇനി ഇവിടെയാണെങ്കിൽ ഉറങ്ങിയില്ല, ഷീ ആണെങ്കിൽ നമ്മൾ പറയണത് ഷീ ഡിഡ് നോട്ട്. V1 ആണ്, സ്ലെപ്റ്റ് അല്ല. V1 ആണ് നമുക്ക് വേണ്ടത്, സ്ലീപ്പ്. അവൾ ഉറങ്ങിയില്ല ഇന്നലെ. ഈ പോയില്ല നമുക്ക് ദേ കൂട്ടാം. ദേ, അവർ, ഡിഡ് നോട്ട് പോവുക, ഗോ, അവർ പോയില്ല. ഇതെന്താണ്? കഴിഞ്ഞ കാര്യം പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ്. അപ്പോ ഇത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് 3 ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അത് ചെക്ക് ചെയ്യുക. ഡിഡിന്റെ ക്ലാസ് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തില്ല, നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡിഡിന്റെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ എന്തിനാണ് ഈ ഡോണ്ടും ഡസിന്റും ഉപയോഗിക്കുന്നത്? ഡോണ്ടും ഡസിന്റും ഉപയോഗിക്കുന്നത് ചെയ്തില്ല എന്ന് പറയാനല്ല, ചെയ്യാറില്ല എന്ന് പറയാനാണ്. ഉറങ്ങിയില്ല എന്ന് പറയാനല്ല, ഉറങ്ങാറില്ല എന്ന് പറയാനാണ്. പോയില്ലയല്ല, പോകാറില്ല. എഴുതിക്കോളൂ നിങ്ങള്. ഡോണ്ട് ഓർ ഡസിന്റ്. ഡോണ്ടും ഡസിന്റും നമ്മൾ ഉപയോഗിക്കുന്നത് ചെയ്തില്ല എന്നല്ല, എന്താണ്? ചെയ്യാറില്ല. ഇനി ഉറങ്ങിയില്ലെന്നല്ല, ഉറങ്ങാറില്ല. പോയില്ല എന്തായി മാറും? പോകാറില്ല. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ചെയ്തില്ല,
ചെയ്യാറില്ല, ഉറങ്ങിയില്ല, ഉറങ്ങാറില്ല, പോയില്ല, പോകാറില്ല. ക്ലിയർ? സെന്റൻസ് ആക്കിയിട്ട് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇനി നോക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞു ഡിഡ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ നിൽക്കുന്നതാണ് ഡിഡിന്റെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഡോണ്ടും ഡെസിന്റിന് ഒരു പ്രശ്നമുണ്ട്. എഴുതിക്കോളൂ നിങ്ങൾ. ഐ, യു, വി, ദേ ഈ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഡോണ്ട് ഉള്ളൂ. നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കൂ. ഐ, യു, വി, ദേയുടെ കൂടെ മാത്രമേ എന്തുള്ളൂ, ഡോണ്ട് ഉള്ളൂ. ഇനി ഡസിന്റെ അപ്പൊ അവരുടെ കൂടെയാണ് ഹി, ഷീ, ഇറ്റ്. നെയിം ഒരു പേരാണെങ്കിൽ എന്താണ്, ഡസിന്റ്. ക്ലിയർ? ഐ, യു, വി, ദേയുടെ കൂടെ ഡോണ്ട്, ഹി, ഷീ, ഇറ്റ് ഒരു പേരിന്റെ കൂടെ ഡസിന്റെ. പക്ഷെ ഡിഡിന്റെ ആരുടെ കൂടെയാണ്, എല്ലാവരുടെയും കൂടെ ഡിഡിന്റെ ഉണ്ട് അല്ലെ. ഐ ഉണ്ട്, യു ഉണ്ട്, വി, ദേ, ഹി, ഷീ, ഇറ്റ് എല്ലാവരുടെയും കൂടെ എന്തുണ്ട്, ഡിഡിന്റെ ഉണ്ട്. പക്ഷെ ഡോണ്ട് ഉള്ളത് ഐ, യു, വി, ദേയുടെ കൂടെയും ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഡസിന്റുമാണ് ഉള്ളത്. ക്ലിയർ? അപ്പൊ ഞാനിപ്പോ പറഞ്ഞു ചെയ്യാറില്ല എന്നാണ് നമുക്കിവിടെ പറയേണ്ടത്. അപ്പൊ നമുക്ക് ഐയുടെ കൂടെയാണെങ്കിൽ എന്ത്, ഞാൻ ചെയ്യാറില്ല. എങ്ങനെ പറയണം, ഞാൻ എന്ന് പറയാൻ ഐ, ഐയുടെ കൂടെ ചെയ്യാറില്ല എന്ന് പറയാൻ ഇതിൽ ആര് വേണം, ഡോണ്ട്. ഐ ഡോണ്ട് ചെയ്യുക, ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല. ഐ ഡോണ്ട് ഡു ഞാൻ ചെയ്യാറില്ല. ഐ ഡിഡിന്റ് ഡു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ചെയ്തില്ല. ക്ലിയർ? ഇനി ഞങ്ങൾ ചെയ്യാറില്ല എന്നാണെങ്കിലോ, വി ഡോണ്ട് ഡു ഞങ്ങൾ ചെയ്യാറില്ല. മനസ്സിലായല്ലോ? ഇത് ചെയ്യാറില്ല എന്നാണ്. ഇനി നമ്മൾ നോക്കുകയാണ് ഷീ, അവളാണ്. ഇപ്പൊ നമുക്ക് രാഹുലാണ് വേണ്ടത്. രാഹുൽ നെയിം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു പേര്. അപ്പൊ ഒരു പേരാണുള്ളത്. രാഹുല് ഉറങ്ങാറില്ല, ഡസിന്റ്. രാഹുൽ ഡസിന്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, രാഹുൽ ഉറങ്ങാറില്ല എന്നാണ് അർത്ഥം വരിക. എന്താണ്, രാഹുൽ ഇന്നലെ ഉറങ്ങിയില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ, രാഹുൽ didn't sleep yesterday. രാഹുൽ ഇന്നലെ ഉറങ്ങിയില്ല. രാഹുൽ ഉറങ്ങാറില്ല എന്ന് പറയണമെങ്കിലോ, രാഹുൽ doesn't sleep. Again, she ആണെങ്കിലോ, she doesn't sleep എന്ന് പറഞ്ഞാൽ അവൾ ഉറങ്ങാറില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് പറഞ്ഞു തരാം, നമ്മൾ ഡിഡിന്റ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നോ പോയിട്ടില്ലെന്നോ ഒക്കെ പറയാനാണ് നമ്മൾ ഡിഡിന്റ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഡോണ്ടും ഡസിന്റും സബ്ജക്റ്റ് അനുസരിച്ചാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഐ, യു, വി, ദേയുടെ കൂടെ ഡോണ്ട്, ഹി, ഷീറ്റ് ഒരു പേരാണെങ്കിൽ ഡസിന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ആണെങ്കിൽ ഞാൻ അതൊന്നും ചെയ്യാറില്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡസിന്റ് ഉപയോഗിക്കുന്നത്, ഡോണ്ട് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇവർക്ക് കുറച്ച് കീവേഡ്സ് തരാം. നിങ്ങൾ അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഇനി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓർത്തിരിക്കാൻ. അതിനകത്തെ ഇങ്ങനെയൊക്കെ സെന്റൻസ് വരും, ക്ലൂ വേർഡ്സ് അല്ലെ. അതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം നിങ്ങൾക്ക് തരാം. ഡിഡിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്റ്റല്, അപ്പൊ കഴിഞ്ഞ കാര്യം. അപ്പൊ നമ്മുടെ സെന്റൻസിൽ എന്തുണ്ടാവും, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. പിന്നെ എ മന്ത് എഗോ ഒരു മാസം മുമ്പ്, മന്ത് എഗോ. പിന്നെ ഡേ ബിഫോർ യെസ്റ്റർഡേ മിനിഞ്ഞാന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ. പിന്നെ എന്ത് പറയുക, എ ഡേ എഗോ ഒരു ദിവസം മുമ്പ്. അതേപോലെ എ മന്ത് എഴുതി, എ വീക്ക് എഗോ. അപ്പോൾ എ വേണ്ട, നമുക്ക് മാറ്റി വെക്കാം. 2 weeks എഗോ 2 ആഴ്ച മുമ്പ്, 2 weeks
എഗോ, 2 ആഴ്ച മുമ്പ്. ഇതൊക്കെ എന്താണ്? കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ? കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയണത്. ക്ലിയർ? യെസ്. അപ്പൊ നിങ്ങൾ നോക്കൂ, യെസ്റ്റർഡേ, എ മന്ത്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ, എ മന്ത് എഗോ. എ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ്. ഡേ ബിഫോർ യെസ്റ്റർഡേ, മിനിങ്ങാന്ന്. എ ഡേ എഗോ. എ ഡേ എഗോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പ്. 2 വീക്സ് എഗോ, 2 ആഴ്ച മുമ്പ്. ഇതൊക്കെ നമ്മുടെ പാസ്റ്റ് ടെൻസിൽ ഉണ്ടാകും. അപ്പൊ ഇനി ഞാനിപ്പോ പറഞ്ഞ ഡോണ്ട്, ഡസിന്റ്, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഓക്സിലറി ആണ് ഡോണ്ട്, ഡസിന്റ് എന്നുള്ളത്. അപ്പോ അതിന്റെ കുറച്ച് കീവേഡ്സും കൂടെ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഡോണ്ട്, ഡസിന്റിന്റെ കീവേഡ്സ് എന്ന് പറയാൻ. ഒക്കേഷണലി, ഇടയ്ക്കിടയ്ക്ക്. വീക്കിലി, ആഴ്ചയിൽ. ഡെയിലി, ദിവസങ്ങളിൽ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇയർലി, എല്ലാ വർഷങ്ങളും. പിന്നെ എന്താണ്? പിന്നെ നമ്മൾ വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒന്ന് എന്ന് പറയുന്ന പോലെ. വൺസ് എ മന്ത്, മാസത്തിലൊന്ന്. വൺസ് എ ഇയർ, വർഷത്തിലൊന്ന്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, വൺസ് ഇൻ എ ഇയർ, വർഷത്തിലൊന്ന്. പിന്നെ എന്താണ്? ഡെയിലി എഴുതി, വീക്ക്ലി, യൂഷ്വലി, ഓൾവേസ്, എപ്പോഴും. സംടൈംസ്, മിക്കപ്പോഴും. ഇങ്ങനത്തെ വാക്കുകളൊക്കെ എവിടെയാണ് വരുന്നത്? ഡോണ്ടിലും ഡസിന്റിലുമാണ് വരുന്നത്. കാരണം ഡോണ്ട്, ഡസിന്റ് വി ക്യാൻ യൂസ്, നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഡോണ്ടും ഡസിന്റും നമ്മൾ ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എന്താണ്? നമ്മൾ ഇടയ്ക്കിടയ്ക്കാണെങ്കിലും, മാസത്തിൽ ഒന്നാണെങ്കിലും, ആഴ്ചയ്ക്ക് ഒന്നാണെങ്കിലും ഒക്കെ എന്താണ്? നമ്മളത് ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ചെയ്യാറില്ല എന്ന് പറയാനാണ് ഡോണ്ടും ഡസിന്റും ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആകും. ഇതെല്ലാം നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ സെന്റൻസുകൾ നോക്കൂ. അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല. അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നില്ല. മഴ കഴിഞ്ഞ ജൂണിൽ പെയ്യാൻ തുടങ്ങിയില്ല. ഫസ്റ്റ് സെന്റൻസ്, അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല. നമ്മളിപ്പോ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, അവൻ എല്ലാ ദിവസവും ഇവിടെ വരുമോ? എല്ലാ ദിവസവും അവൻ ഇവിടെ വരാറില്ല. അപ്പൊ എങ്ങനെയാ പറയുക? നമ്മളിപ്പോ പറഞ്ഞല്ലോ, ചെയ്യാറില്ല. നമ്മൾ നേരത്തെ എഴുതി വെച്ചോ, നിങ്ങൾ പേജ് ഒന്ന് മറിച്ച് നോക്കൂ. ഈ ഒരു സ്ട്രക്ചറിൽ വരുന്നത് ഏത് ചേർക്കുമ്പോഴാണോ? ഡോണ്ടിന്റെ കൂടെയാണോ, ഡിഡിന്റെ കൂടെയാണോ ഈ ഒരു സ്ട്രക്ചർ വരുന്നത്? ബുക്കിൽ നോക്കി പറയൂ. ഡോണ്ട് അല്ലെങ്കിൽ ഡസിന്റിന്റെ കൂടെയാണ് ഈ ഒരു സ്ട്രക്ചർ വരുന്നത് അല്ലെ? വരാറില്ല എന്നുള്ള രീതി വരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും? അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് വേണം. എങ്ങനെ എഴുതണം? അവൻ വരാറില്ല ഇവിടെ എല്ലാ ദിവസവും എഴുതണം. ആദ്യം നമുക്ക് ഇത് എഴുതണം. നമുക്ക് നമ്പർ കൊടുക്കാം. ആദ്യം നമുക്ക് 1, അവൻ വരാറില്ല ഇവിടെ എല്ലാ ദിവസവും. ഇങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതേണ്ടത്. എങ്ങനെ എഴുതണം? അവൻ വരാറില്ല ഇവിടെ എല്ലാ ദിവസവും. ഇങ്ങനെ എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി തുടങ്ങാം? ഹി വരാറില്ല. വരിക എന്ന് പറയുന്ന വേർബ് എന്താണ്? കം ആണ്. അപ്പൊ നമുക്ക് എന്താണ്? വരാറില്ല, നെഗറ്റീവ് വേണം. ഹീയുടെ കൂടെ എന്താണ്? നമ്മൾ ബുക്കിൽ നോക്കൂ. ഹീയുടെ കൂടെ ഡോണ്ട് ആണോ ഡസിന്റ് ആണോ എന്ന് ബുക്കിൽ നോക്കൂ. ഹി ഡസിന്റ് കം. നമുക്ക് അടുത്തത് എഴുതേണ്ടത് എന്താണ്? ഇവിടെ. ഹി ഡസിൻ കം ഹിയർ. ഫോർത്ത് വൺ, എല്ലാ ദിവസവും. every day. He doesn't come here every day. അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? വരാറില്ല എന്നുള്ളത് നമുക്ക് വരുന്നത് നമ്മൾ നോക്കി ഡോണ്ടിന്റെ കൂടെയോ ഡസിന്റെ കൂടെയുമാണ്. അപ്പൊ സബ്ജക്റ്റ് വന്നിരിക്കുന്ന അവനാണ്. അവൻ ഹി ആണ്. ഡസിന്റ് ആണ് നമുക്ക് വേണ്ടത്, ഹി. അപ്പൊ നമുക്ക് എഴുതേണ്ടത് അവൻ വരാറില്ല ഇവിടെ. കാരണം നമുക്ക് എന്താണ്? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബ് വേണം. വരിക എന്നുള്ള വേർബാണ് ഉള്ളത്. അപ്പൊ ഹി ഡസിൻ കം ഹിയർ എവരി ഡേ. ക്ലിയർ? നെക്സ്റ്റ് സെന്റൻസ്, അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നില്ല. അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നില്ല. നിങ്ങൾ പെട്ടെന്നൊന്ന് എഴുതൂ. അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നില്ല. ഓക്കെ, നമുക്കിത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഇതിനെ എങ്ങനെ ഓർഡർ ആക്കണം? അവൻ 1,
അവൻ വന്നില്ല ഇവിടെ കഴിഞ്ഞ ആഴ്ച. ഇങ്ങനെ വേണം എഴുതല്ലേ. അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നില്ല എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവൻ വന്നില്ല ഇവിടെ കഴിഞ്ഞ ആഴ്ച എന്നാകും. അപ്പൊ നമുക്കൊന്ന് എഴുതാം. അവൻ, ഹി. അപ്പൊ ഈ വന്നില്ല എന്ന് പറയുന്നതും വരാറില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഇല്ലേ? പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കീവേഡ് തന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്നത് ആരുടെ കൂടെയാ? ക്ലൂ തന്നിട്ടുണ്ട് ഇല്ലേ? കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്നത് നിങ്ങളുടെ ബുക്കിൽ നോക്കൂ, ഡിഡിന്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹി, ഡിഡിന്റെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്നു നമുക്കറിയാം. ഹി ഡിഡ് നോട്ട്, വന്നില്ല. വരിക എന്ന് പറയുന്ന വേർബ് എന്താണ്? കം. ഹി ഡിഡ് നോട്ട് കം. മൂന്നാമത് നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഇവിടെ, കം ഹിയർ, കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് വീക്ക്. വളരെ എളുപ്പമല്ലേ എഴുതാൻ? വളരെ എളുപ്പമല്ലേ എഴുതാൻ? ആണോ അല്ലയോ? നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യൂ. എഴുതാൻ എളുപ്പമുണ്ടോ? പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി പെട്ടെന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്യൂ. ചെയ്തു. ഓക്കെ. അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നില്ല എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? അവൻ വന്നില്ല ഇവിടെ കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഹി ഡിഡ്ന്റ് കം ഹിയർ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. നമ്മുടെ ഈ ലാസ്റ്റ് വീക്ക് നമ്മുടെ ഡിഡിന്റെ കൂടെയുള്ള ക്ലൂ വേർഡ്സിനകത്തില്ലേ? ഉണ്ട്. മഴ കഴിഞ്ഞ ജൂണിൽ പെയ്യാൻ തുടങ്ങിയില്ല. ഇല്ലാന്നല്ലേ ഉള്ളേ, തുടങ്ങിയില്ല. കഴിഞ്ഞ ജൂണിലെ കാര്യമാണ് നമ്മുടെ ക്ലൂ വേർഡ്സിലില്ലേ. ഈ ജൂണിലത്തെ കാര്യമല്ല പറയണേ. കഴിഞ്ഞ ജൂണിൽ മഴ പെയ്യാൻ തുടങ്ങിയില്ല. എങ്ങനെയാണ്? എന്റെ സഹായം ഇനി നിങ്ങൾക്ക് ഇതിന് വേണ്ട. നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇതൊന്ന് സെന്റൻസ് ആക്കിയിട്ട് ചെയ്യൂ. യെസ്, ബാക്കി സെന്റൻസുകൾ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും അത് ചെക്ക് ചെയ്യുക, സെന്റൻസുകൾ അയക്കുക കേട്ടോ. അപ്പൊ ഇതും ഒന്ന് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു സെന്റൻസ്, മഴ എല്ലാ ജൂണിലും പെയ്യാറില്ല. എങ്ങനെയാണ്? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? മഴ പെയ്യാറില്ല എല്ലാ ജൂണിലും. നമ്മുടെ ക്ലൂ വേർഡ്സ് ഉണ്ട്. എല്ലാ ജൂണിലും എന്നുകൊണ്ട്, എല്ലാ ജൂണിന്റെ കാര്യമുണ്ട്. പെയ്യാറില്ല എന്നുള്ള സെന്റൻസ് വരുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്ന്. അപ്പൊ നമുക്ക് മഴയ്ക്ക് സബ്ജക്റ്റ് ഇറ്റ് കൊടുക്കുന്നു. ഇറ്റിന്റെ കൂടെ പെയ്യാറില്ല എന്ന് പറയാൻ ഡിഡിന്റ് ആണോ വേണ്ടത്? അല്ല. എന്താ വേണ്ടത്? ഡോണ്ടോ ഡെസിന്റോ വേണം. അപ്പൊ ഇറ്റിന്റെ കൂടെ എന്താ വേണ്ടത്? ഡെസിന്റ് ആണ് വേണ്ടത് അല്ലെ? ഇറ്റ് ഡെസിന്റ് മഴ, റെയിൻ ഇൻ എവരി ജൂൺ. എവരി ജൂണില് മഴ പെയ്യാറില്ല. ഇറ്റ് ഡസൻറ്റ് റെയിൻ ഇൻ എവരി ജൂൺ. എന്റെ ജയൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ് കേട്ടോ. ഇറ്റ് ഡസൻറ്റ് റെയിൻ ഇൻ എവരി ജൂൺ. എല്ലാ ജൂണിലും മഴ പെയ്യാറില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറഞ്ഞു? പെയ്യാറില്ല. പൂക്കൾ വേനൽക്കാലത്ത് വിടരാറില്ല. എങ്ങനെ എഴുതണം? പൂക്കൾ, ഫ്ലവേഴ്സ് എന്നുണ്ട്. പൂക്കൾ വിടരാറില്ല വേനൽക്കാലത്തെന്ന് വേണം. പൂക്കൾ, ഫ്ലവേഴ്സും ഉണ്ട്. ഫ്ലവേഴ്സിന്റെ കൂടെ എന്താണ് വേണ്ടത്? വിടരാറില്ല. ഡിഡിന്റ് ആണോ ഡോണ്ട് ആണോ ഡെസിന്റ് ആണോ? ഡോണ്ട് ആണ് വേണ്ടത്. കാരണം ഫ്ലവേഴ്സ് എന്നുണ്ട് അല്ലേ? ഫ്ലവേഴ്സ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിങ്ങനെ എഴുതുന്ന സാഹചര്യത്തിൽ ഡെസിന്റ് എന്ന് എഴുതി. ഇപ്പൊ ഞാനിവിടെ എഴുതിയേക്കുന്ന ഒരു കണക്ക് പറഞ്ഞ തെറ്റാണ്. നമ്മൾ ഡസ് നോട്ട് എന്ന് തന്നെ എഴുതണം കേട്ടോ. പറയുമ്പോഴാണ് നമ്മൾ ഡെസിന്റ് എന്ന് പറയേണ്ടത്. ഫ്ലവേഴ്സ് ഡു നോട്ട്, അതായത് ഫ്ലവേഴ്സ് ഡോണ്ട് വിടരാറില്ല. ബ്ലൂം എന്താണ്? ഇൻ വേനൽക്കാലം, സമ്മർ. സമ്മറിൽ എന്ത് സംഭവിക്കുന്നില്ല? പൂക്കൾ വിടരാറില്ല. ഫ്ലവേഴ്സ് ഡോണ്ട് ബ്ലൂം ഇൻ സമ്മർ. ഫ്ലവേഴ്സ് ഡോണ്ട് ബ്ലൂം ഇൻ സമ്മർ. സമ്മറില് പൂക്കൾ വിടരാറില്ല. പൂച്ചയ്ക്ക് എലിയെ കിട്ടിയില്ല. ഇന്നലെ എന്നും കൂടി നമ്മൾക്ക് എഴുതാം. പൂച്ചയ്ക്ക് എലിയെ, ഓക്കെ, നമുക്ക് ഇവിടെ കൊടുക്കാം. പൂച്ചയ്ക്ക് എലിയെ ഇന്നലെ കിട്ടിയില്ല. പൂച്ചയ്ക്ക് എലിയെ ഇന്നലെ കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? പൂച്ച 1, കിട്ടിയില്ല 2, എലിയെ 4. എഴുതിക്കോളൂ. പൂച്ച, ദ ക്യാറ്റ്. കിട്ടിയില്ല, ഡിഡിന്റ് ഗെറ്റ്. ഡിഡിന്റ് എന്നുള്ള ഡിഡ് നോട്ട് ഗെറ്റ് ദ റാറ്റ് യെസ്റ്റർഡേ. Yesterday, the cat didn't get the rat yesterday. പൂച്ചയ്ക്ക് എലീനെ ഇന്നലെ കിട്ടിയില്ല. അല്ലെങ്കിൽ ഡിഡിന്റ് ക്യാച്ച് എന്തെങ്കിലും നിങ്ങൾ എഴുതുക. കിട്ടിയില്ല. ക്ലിയർ? അപ്പൊ എന്താണ്? ഇന്നലത്തെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മളൊരു ക്ലൂ വേർഡ്സ് കിട്ടി. ക്ലൂ വേർഡ് ഉണ്ട് ഇവിടെ, ഇന്നലെ എന്നുള്ളത് നമ്മുടെ ബുക്കിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്താണ്?
ഡിഡ് ആണ്, ഡിഡ് നോട്ട് ആണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഡിഡിന്റും ഡോണ്ട് ഡസിന്റെ തമ്മിൽ നീ മാറിപ്പോവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഈ ക്ലാസ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇവ തമ്മിലുള്ള സംശയം മാറിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയുക, ഈ ക്ലാസ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഈ സംശയം ക്ലിയർ ആയി എന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പം എനിക്ക് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി എന്നുള്ള മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സോടുകൂടി നിങ്ങൾക്ക് ഡിഡിന്റും ഡോണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അതും കൂടി ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഓർത്ത് വെക്കുക, ഞാൻ ക്ലൂ വേർഡ്സ് തന്നിട്ടുണ്ട് ഡിഡിന്റിനും ഡസിന്റെ ഡോണ്ടിനും. അതേപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടിയാണെന്നും ഞാൻ തന്നു കഴിഞ്ഞു. അത് മലയാളത്തിൽ വരുമ്പോൾ ഏത് രീതിയിലാണെന്നും ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിന് തെറ്റിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ കുറച്ച് സെന്റൻസ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പൊ വേറെ എന്തുണ്ട് വിശേഷം? നമ്മൾ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പുതിയ ബാച്ച് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ ഇപ്പൊ തന്നെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്